ടിവിയുടെ തിരുക്കുടുംബത്തിലേക്ക് പ്രിയമുള്ളവരെ ഏവർക്കും സ്വാഗതം. ഞാൻ ഡോക്ടർ ജിബി ഗീവർഗീസ്, മാർ തിയോഫിലസ് ട്രെയിനിങ് കോളേജിലെ സൈക്കോളജി വിഭാഗത്തിലെ സീനിയർ ലെക്ചററാണ്. ഞാനിവിടെ പങ്കുവയ്ക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം കുടുംബജീവിതത്തെ പറ്റിയാണ്. കുടുംബജീവിതം എങ്ങനെയൊക്കെ ആകണം, കുഞ്ഞുങ്ങളുടെ സമഗ്രമായ വികസനത്തിന് കുടുംബ അന്തരീക്ഷം എങ്ങനെയെല്ലാം ക്രമീകരിക്കണം, കുഞ്ഞുങ്ങളുടെ വളർച്ചയിൽ മാതാപിതാക്കൾക്കുള്ള പങ്ക് എന്താണ്, ഉപാധികളില്ലാതെ സ്നേഹിക്കുവാൻ എങ്ങനെ പഠിക്കണം എന്നീ കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണ് ഇന്നിവിടെ ചർച്ച നടത്തുന്നത്. കുടുംബമെന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും മനസ്സിൽ ഓടിയെത്തുന്നത് അച്ഛൻ, അമ്മ, മക്കൾ. എന്നാൽ ഞാനൊന്ന് ചോദിക്കട്ടെ, അച്ഛൻ്റെ അഭാവത്തിലും മക്കൾ, കുഞ്ഞുങ്ങൾ ഇത് മാത്രമായാലും നാം കുടുംബം എന്ന് പറയാറുണ്ട്. അച്ഛനും അമ്മയും മാത്രമേ ഉള്ളൂ, കുഞ്ഞുങ്ങളില്ല എങ്കിലും അതൊരു കുടുംബമായി നമ്മൾ കരുതാറുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ? അംഗങ്ങളുടെ എണ്ണമല്ല ഇവിടെ പ്രസക്തി, അവർ തമ്മിലുള്ള സ്നേഹബന്ധമാണ്. അച്ഛനില്ലെങ്കിലും അച്ഛൻ്റെ സാമീപ്യം, സാന്നിധ്യം ഇതൊക്കെ ഒരു കുടുംബത്തെ ഏറ്റവും അധികം സ്വാധീനിക്കുന്നു. കുടുംബജീവിതത്തിൻ്റെ പ്രസക്തി, കുടുംബജീവിത അന്തരീക്ഷം ഇതെല്ലാം വളരെ പ്രാധാന്യമർഹിക്കുന്നതാണ്. സമൂഹ വ്യവസ്ഥയുടെ ഏറ്റവും അടിസ്ഥാന ഘടകമാണ് കുടുംബമെന്ന് നമുക്കറിയാം. സാധാരണ നാം പറയാറുണ്ട് കുടുംബജീവിതം ഒരു തോണി യാത്രയാണെന്ന്. കാറ്റും കോളും ഒരുപാട് ഉണ്ടാകാറുണ്ട്. നന്നായി അറിയാവുന്നവർ പോലും നടുക്കടലിൽ തുഴയാൻ അറിയാതെ വിഷമിക്കുന്ന അവസ്ഥയും ഉണ്ടാകാറുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ? അക്ഷരത്തെറ്റുകൾ വരുത്താതിരുന്നാൽ ജീവിതം ഒരു വലിയ മഹാകാവ്യമാണെന്നും തെറ്റുകൾ വരുത്തിക്കഴിഞ്ഞാൽ അത് നമുക്ക് തിരുത്താനാവില്ലെന്നും വലിച്ചു കീറി കളയാനാവില്ലെന്നും അതുമാത്രമല്ല അടുത്ത തലമുറയിലേക്ക് ഇത് പകരുമെന്നും നമുക്കെല്ലാം അറിയാം. അപ്പോൾ കുടുംബജീവിതത്തിൽ നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. നമുക്ക് ഈ വിഷ്വലിലേക്ക് ശ്രദ്ധിക്കാം. ഇവിടെ അച്ഛനുണ്ട്, അമ്മയുണ്ട്, 2 കുഞ്ഞുങ്ങളുണ്ട്. അച്ഛനെ ശ്രദ്ധിക്കൂ, അച്ഛൻ അച്ഛൻ്റേതായിട്ടുള്ള തിരക്കുകളിലാണ്, അമ്മ അമ്മയുടേതായിട്ടുള്ള സ്വപ്നങ്ങളിൽ, മക്കൾ തങ്ങളുടെ പിരിമുറുക്കങ്ങളിലും നിസ്സംഗഭാവത്തിലും. താഴ്വാര കൂടാരമാകേണ്ട കുടുംബം എങ്ങനെ അന്യവൽക്കരിക്കപ്പെടുന്നു എന്നുള്ളതിനൊരു ഉദാഹരണമാണ്. കുഞ്ഞുണ്ണി മാഷിൻ്റെ ഒരു കവിത ഓർമ്മ വരികയാണ്. എനിക്കുണ്ടൊരു ലോകം, നിനക്കുണ്ടൊരു ലോകം, നമുക്കില്ലൊരു ലോകം. കുടുംബം എന്ന് പറയുന്നത് ഒത്തൊരുമയുടെ, ഒന്നിച്ചു ചേരലിൻ്റെ ഒരു വേദിയാണ്. നാം കേട്ടിട്ടുണ്ട്, കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം. പക്ഷേ പല വീടുകളിലും കൂടുമ്പോൾ ഇമ്പമല്ല, ഭൂകമ്പമാണ് ഉണ്ടാകാറുള്ളത്. വെടിയൊച്ച കേൾക്കാത്ത യുദ്ധം പല വീടുകളിലും തുടരുന്നു. എന്താണ് കാരണം? കുടുംബജീവിതം എപ്പോഴും ഒരു താഴ്വാര കൂടാരമാകണം, ബേസ് ടെൻ്റ് ആകണമെന്ന് നമുക്കറിയാം. ബേസ് ടെൻറ്റിൻ്റെ പ്രത്യേകത എല്ലാവർക്കും അറിയാം. പർവ്വതാരോഹണ സമയത്ത് ആളുകൾ മല കയറാനായിട്ട് ശ്രമിക്കുമ്പോൾ ഒരുപാട് പ്രതികൂല കാലാവസ്ഥയെ നേരിടേണ്ടതായിട്ട് വരും. ചിലപ്പോൾ ശ്വസിക്കാനുള്ള ഓക്സിജൻ കിട്ടില്ല, ചിലപ്പോൾ ഒരുപാട് പ്രഷർ ഡിഫറൻസ്, സമ്മർദ്ദങ്ങളുണ്ടാവും. അതുപോലെ തന്നെ പലതരത്തിലുള്ള അസ്വസ്ഥതകൾ പിടിപെടാറുണ്ട്. പ്രതികൂലമായിട്ട് കുത്തനെ കിടക്കുന്ന മല കയറുന്നതിലുള്ള ബുദ്ധിമുട്ട് ഇതെല്ലാം ആളുകളെ പ്രതികൂലമായി ബാധിക്കും. എപ്പോഴാണോ തങ്ങൾക്ക് അവിടെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ, സർവൈവ് ചെയ്യാൻ, അതിജീവിക്കാൻ സാധിക്കാതെ വരുന്നത്, അപ്പോൾ മല കയറ്റക്കാർ ബേസ് ടെൻറ്റിലേക്ക് എത്തും. എപ്പോഴാണോ തങ്ങൾക്ക് വിഷമം വരുന്നത്, പ്രശ്നങ്ങൾ തങ്ങൾക്ക് തരണം ചെയ്യാനാവില്ല എന്ന് തോന്നുന്നത്, അപ്പോൾ ഓടിയെത്തുന്നത് താഴ്വാര കൂടാരത്തിലേക്കാണ്. അവിടെ അവരെ ശുശ്രൂഷിക്കാൻ ആൾക്കാരുണ്ട്, അവർക്ക് വേണ്ട പ്രോത്സാഹനവും ഉത്തേജനവും കൊടുക്കാൻ കോച്ചുകളുണ്ട്. ഇതുപോലെയായിരിക്കണം ഓരോ കുടുംബവും. കുഞ്ഞുങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അവരെ തലോടാനും ആശ്വസിപ്പിക്കാനും, ഈ പ്രശ്നത്തിന് നിനക്ക് ഞാനുണ്ട് കൂടെ, നമുക്ക് എല്ലാവർക്കും കൂടെ ഈ പ്രശ്നം പരിഹരിക്കാൻ സാധിക്കും എന്ന് പറയുന്ന മാതാപിതാക്കൾ, വിഷമം വന്നാൽ ആദ്യം ഓടിയെത്തേണ്ടത് കുടുംബത്തിലാണെന്ന് തിരിച്ചറിയേണ്ട കുഞ്ഞുങ്ങൾ. അല്പമൊന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് കുടുംബം ഇമ്പമുള്ളതാക്കി തീർക്കാൻ സാധിക്കും. നമ്മുടെ ഇന്നത്തെ സാമൂഹിക വ്യവസ്ഥയിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒരു വിഷ്വലാണ് ഇവിടെ കാണുന്നത്. വി ഹാവ് ബിഗ് ഹൗസസ് ആൻഡ് സ്മോൾ ഫാമിലീസ്. നമുക്ക് വിശാലമായ വീടുകളുണ്ട്, പക്ഷേ നമ്മുടെ കുടുംബങ്ങൾ സങ്കുചിതമായി പോകുന്നു. നമുക്ക് അതിവിശാലമായ സൗകര്യങ്ങളുണ്ട്, പക്ഷേ നമുക്ക് ഒന്നിനും സമയമില്ലാതായിരിക്കുന്നു.
ഖലീൽ ജിബ്രാൻ പ്രവാചകൻ എന്ന് പറയുന്ന പുസ്തകത്തിൽ കൽപ്പണിക്കാരനോട് കുടുംബജീവിതം എങ്ങനെയായിരിക്കണം എന്ന് പറയുന്നുണ്ട്. നിന്റെ വീട്ടിൽ കാറുണ്ടോ, ബംഗ്ലാവുണ്ടോ, AC ഉണ്ടോ, സുന്ദരിയായ ഭാര്യയുണ്ടോ എന്നല്ല എനിക്കറിയേണ്ടത്. നിന്റെ വീട്ടിൽ സ്വസ്ഥതയുണ്ടോ, പരസ്പര സ്നേഹമുണ്ടോ, പരസ്പര ധാരണയുണ്ടോ, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ പരസ്പര വിശ്വാസമുണ്ടോ? ഇതൊന്നുമില്ലാതെ നീ വലിയ വീട് പണിത് അതിമനോഹരമായ വാതിലുകൾ കൊണ്ട് നല്ല പൂട്ടുകൊണ്ട് അത് ബന്ധിച്ചിട്ട് യാതൊരു കാര്യവുമില്ല എന്നാണ് ഖലീൽ ജിബ്രാൻ ഇവിടെ അവകാശപ്പെടുന്നത്. വിശുദ്ധ വേദപുസ്തകത്തിൽ യേശു വളർന്ന സാഹചര്യം, തിരുക്കുടുംബത്തിലെ കുടുംബാന്തരീക്ഷം നമുക്ക് മാതൃകയാക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു അന്തരീക്ഷമാണ്. പരിശുദ്ധ കന്യാമറിയം, ജോസഫ് പിതാവ്, യേശു, ഇവർ 3 പേരും അടങ്ങുന്ന കുടുംബം കുഞ്ഞുങ്ങളെ എങ്ങനെ വളർത്തണമെന്ന് വിശുദ്ധ ബൈബിളിൽ പറയുന്നത്, ജ്ഞാനത്തിലും പ്രായത്തിലും യേശു ദൈവത്തിൻ്റെയും സമൂഹത്തിൻ്റെയും പ്രീതിയിൽ വളർന്നു. നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തേണ്ടത് എങ്ങനെയാണെന്നുള്ളതിൻ്റെ സമഗ്രമായ ഒരു കാഴ്ചപ്പാട് ഇവിടെ നമുക്ക് ദർശിക്കാം. ജ്ഞാനത്തിൽ മിടുക്കനാവണം, പ്രായം കൊണ്ട് പക്വത നേടണം, ആരുടെയൊക്കെ പ്രീതിക്ക് പാത്രമാകണം, സമൂഹത്തിൻ്റെ പ്രീതിക്ക് പാത്രമാകണം, അതോടൊപ്പം യഹോവയുടെ ദൈവത്തിൻ്റെ പ്രീതിക്കും പാത്രമാകണം. കുഞ്ഞുങ്ങളെ വളർത്തേണ്ടത് എങ്ങനെയാണെന്നുള്ളതിന് മറ്റെങ്ങും പോകേണ്ടതില്ല. ഈ ഒരൊറ്റ വാക്യം മതി. യേശു ജ്ഞാനത്തിലും പ്രായത്തിലും സമൂഹത്തിൻ്റെയും ദൈവത്തിൻ്റെയും പ്രീതിയിൽ വളർന്നു വന്നു. നമ്മുടെ കുഞ്ഞുങ്ങൾ സമൂഹത്തിൻ്റെയും ദൈവത്തിൻ്റെയും പ്രീതിയിലാണോ വളരുന്നത്? നമുക്ക് ചിന്തിക്കാം. കുടുംബജീവിതത്തിൽ നമുക്ക് പല ദൗത്യങ്ങളുണ്ട്. ദാമ്പത്യം ഒരു ദൗത്യമാണ്. കുടുംബജീവിതത്തിൽ ഒരുപാട് ദൗത്യങ്ങളുണ്ട്. ഏതൊരു കുടുംബനാഥൻ്റെയും ഏതൊരു മനുഷ്യൻ്റെയും പ്രഥമവും പ്രധാനവുമായ ദൗത്യം എന്ന് പറയുന്നത് 2ആണ്. വളരുക, വളർത്തുക. സ്വയം വളരണം, മറ്റുള്ളവരെ വളർത്തണം. കുടുംബജീവിതത്തിലെ ഓരോരുത്തരും നന്നാവണമെങ്കിൽ നമ്മൾ ബൗദ്ധികമായി വളരണം, മാനസികമായി വളരണം, ആത്മീയമായും വളരണം. നമുക്ക് ഇൻപുട്ട് ഇല്ലെങ്കിൽ യാതൊരു ഔട്ട്പുട്ടും ഉണ്ടാകില്ല. ആത്മീയപരമായി വളർന്ന മാതാപിതാക്കളുടെ കുഞ്ഞുങ്ങൾ ഒരിക്കലും ആത്മീയതയിൽ പിന്നോട്ട് പോകില്ല. അപ്പോൾ ഏതൊരു മനുഷ്യൻ്റെയും ദൗത്യം വളരുക, വളർത്തുക. വളർത്തുമ്പോൾ ഒരു കുടുംബാന്തരീക്ഷത്തിൽ എല്ലാവരും ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, അഭിനന്ദനം വളർത്തും, നിന്ദനം തളർത്തും. നല്ലൊരു കുടുംബാന്തരീക്ഷം നൽകിയാൽ കുഞ്ഞുങ്ങൾക്ക് വളരാൻ വേണ്ട എല്ലാ സൗകര്യങ്ങളും അവിടെയുണ്ട്. നമ്മുടെ ദൗത്യത്തിൽ ഏറ്റവും ആദ്യത്തെ ദൗത്യമായി തിരഞ്ഞെടുത്തിരിക്കുന്നത് നല്ല കുടുംബ അന്തരീക്ഷം കുട്ടികൾക്ക് നൽകുക. കുട്ടികൾ ഒരു തൈച്ചെടിയാണ്, കുഞ്ഞു ചെടി. നമുക്കറിയാം, പുല്ല് താനേ വളരും. നെല്ല് വളരണമെങ്കിൽ നാം കൃഷി ചെയ്യണം. നമ്മുടെ പ്രത്യേക പരിചരണം അതിന് വേണം. വളമിട്ട് കൊടുക്കണം, മണ്ണ് ഇളക്കേണ്ടപ്പോൾ ഇളക്കണം, സൂര്യപ്രകാശം കിട്ടുന്നുണ്ടോ എന്ന് നോക്കണം, വേണ്ട പരിചരണങ്ങൾ താങ്ങു കൊടുക്കേണ്ടപ്പോൾ താങ്ങു കൊടുക്കണം. നമ്മുടെ കുഞ്ഞുങ്ങളും ഒരു കുഞ്ഞു തൈച്ചെടിയാണ്. അതിന് ആവശ്യത്തിലധികം ആവശ്യമുള്ളത്ര ശ്രദ്ധയും കരുതലും പരിചരണവും നാം മാതാപിതാക്കൾ നൽകേണ്ടതായിട്ടുണ്ട്. നമുക്ക് 1-2 ദൃഷ്ടാന്തങ്ങൾ അതിനായിട്ട് ഞാൻ സൂചിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. നമുക്കെല്ലാം അറിവുള്ള ഒരു കഥാപാത്രമാണ്. നമ്മുടെയൊക്കെ മനസ്സിൽ വില്ലൻ രൂപത്തിൽ ഒരാളുണ്ട്, ഹിറ്റ്ലർ. 2ാം ലോക മഹായുദ്ധത്തിൽ 10,000-ങ്ങളെ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ ചുട്ടുകൊന്ന ആ ഭീകരൻ. പക്ഷെ അദ്ദേഹം തൻ്റെ ആത്മകഥാ ചരിത്രത്തിൽ മെയിൻ കാഫ് എന്ന് പറയുന്ന ആത്മകഥയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്, എന്നെ ഇങ്ങനെ ആക്കിയത് എൻ്റെ കുടുംബമാണ്. ഹിറ്റ്ലറുടെ കുടുംബത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, അച്ഛനൊരു മെയ്ഡ് സെർവൻറ്റിൽ ഉണ്ടായതാണ്. അതിൻ്റെ എല്ലാ തരത്തിലുള്ള നെഗറ്റീവ് ആസ്പെക്ട്സും അച്ഛനുണ്ടായിരുന്നു. ഹിറ്റ്ലറെ കെട്ടിയിട്ട് തല്ലും. ഒരു ദിവസം സ്കൂളിൽ പോകാഞ്ഞതിന് വരിഞ്ഞു കെട്ടി ബോധം കെടുന്നത് വരെ അടിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത്. ചാട്ടവാറുകൊണ്ട്, അറ്റത്താണിയുള്ള ചാട്ടവാറുകൊണ്ട് പുറം പൊളിയുന്നത് വരെ അടിക്കും. അമ്മ അച്ഛൻ്റെ ഈ ക്രൂരതകൾ സഹിക്കാൻ വയ്യാതെ ഹിറ്റ്ലറുടെ അമ്മ ഹിറ്റ്ലർക്ക് 5 വയസ്സായപ്പോൾ വീട് വിട്ടുപോയി. പിന്നെ ആകെ ഉണ്ടായിരുന്നത് ഒരു ക്രേസി ലേഡി എന്നാണ്, സ്കിസോഫ്രീനിക് ആയിട്ടുള്ള ഒരു ആൻറ്റി. കുടുംബത്തിൽ തന്നെ അംഗീകരിക്കുന്ന, സ്നേഹിക്കുന്ന ആരുമില്ലായിരുന്നു ഹിറ്റ്ലർക്ക്. ഇത് അദ്ദേഹത്തെ ഏറ്റവും വലിയ
ദുഷ്പ്രേരണകൾക്ക് ഒരു ഇരയാക്കി മാറ്റി. ഇതിനെ ഇൻ്റലക്ച്വലൈസ് ചെയ്യാനായിട്ട് വിദ്യാഭ്യാസവും അദ്ദേഹത്തിന് കിട്ടിയില്ല. അദ്ദേഹത്തിൻ്റെ വിഷമങ്ങളിൽ അദ്ദേഹത്തെ ആശ്വസിപ്പിക്കാൻ ഒരു കൊച്ചു കരം പോലും ആ വീട്ടിലും ഉണ്ടായിരുന്നില്ല. തന്നെ വേണ്ടാത്തടത്ത്, തൻ്റെ വിഷമം മനസ്സിലാക്കാത്ത ഒരു ലോകത്ത് തനിക്കും ആരുടെയും വിഷമം മനസ്സിലാക്കേണ്ട എന്നുള്ളൊരു നിലപാടിൽ അദ്ദേഹം ഉറച്ചു നിന്നു. ഹിറ്റ്ലറുടെ കുടുംബാന്തരീക്ഷം കുറച്ചുകൂടെ മെച്ചപ്പെട്ടതായിരുന്നെങ്കിൽ, ഹിറ്റ്ലറുടെ വിഷമങ്ങളിൽ ആരെങ്കിലും ഒരു ആശ്വാസവാക്ക് പറഞ്ഞിരുന്നെങ്കിൽ തീർച്ചയായും ഒരു രണ്ടാം ലോക മഹായുദ്ധവും 10,000ങ്ങളുടെ മരണവും നമുക്ക് ഒഴിവാക്കാമായിരുന്നു. മറ്റൊരു നല്ല ഉദാഹരണമാണ് ടോട്ടോ ചാൻ. നമുക്കെല്ലാം നന്നായി അറിയാവുന്ന യുനെസ്കോ അംബാസിഡർ, ജപ്പാനിലെ യുനെസ്കോ അംബാസിഡറാണ് തെത്സുഗോ കുറോനഗി. ടോട്ടോ ചാൻ തൻ്റെ ആത്മകഥയിൽ പറയുന്നത്, എന്നെ ഇത്രയും ആക്കിയത്, സ്കൂൾ വിദ്യാഭ്യാസം പോലും 2ാം ക്ലാസ്സിൽ നിർത്തേണ്ട വരുമായിരുന്ന എന്നെ ഇത്രയും നല്ലൊരു യുനെസ്കോ അംബാസിഡറാക്കിയത് എൻ്റെ അമ്മയാണ്. 1ാം ക്ലാസ്സിൽ എത്തിയപ്പോൾ 3 പ്രാവശ്യം TC വാങ്ങിച്ചു പോകേണ്ടി വന്ന ഒരു കുട്ടിയാണ് ടോട്ടോ ചാൻ. ഓരോ പ്രാവശ്യം അധ്യാപകർ ഓരോ സ്കൂളിൽ കൊണ്ട് ചേർക്കും. പ്രിൻസിപ്പൽ വിളിച്ചിട്ട് നിങ്ങളുടെ കുഞ്ഞിനെ ഈ സ്കൂളിൽ പഠിപ്പിക്കാൻ പറ്റില്ലെന്ന് പറയും. 3ാമത്തെ സ്കൂളിലും ടോട്ടോ ചാൻ്റെ അമ്മ ചെന്ന് 2 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും അമ്മയെ വിളിച്ചു TC വാങ്ങിച്ചുകൊണ്ട് പോകാൻ. അമ്മ ചോദിച്ചു, എൻ്റെ മകൾ ചെയ്ത തെറ്റെന്താണ്? നിങ്ങളുടെ മകൾ തെറ്റേ ചെയ്യുള്ളൂ. രാവിലെ വരുമ്പോൾ തൊട്ട് ഡെസ്ക് തുറക്കുക, അടയ്ക്കുക. അപ്പോൾ പെട്ടെന്ന് അമ്മ ഓർത്ത് മോള് വന്ന് കൗതുകത്തോടെ പറഞ്ഞു, അമ്മയെ ഞങ്ങളുടെ ഡെസ്ക് ഒരു പ്രത്യേക പരിധി കഴിയുമ്പോൾ എന്തോ വലിക്കുന്നത് പോലെ താഴോട്ട് വരുന്നു. കാന്തം വച്ചൊരു ഡെസ്ക്കാണ്. അത് കുഞ്ഞിന് ക്യൂറിയോസിറ്റി വളർത്തി. അപ്പം അമ്മയ്ക്ക് മനസ്സിലായി കുഞ്ഞിൻ്റെ ക്യൂറിയോസിറ്റിയാണ് ഇതിന് പുറകെ. കാല് വയ്യാതെ പോളിയോ വന്ന ഒരു കൊച്ചിനെ മരത്തിൽ കയറ്റി. അപ്പോഴും അമ്മ ഓർത്തു, ഞങ്ങളെല്ലാം മരത്തിൻ്റെ മുകളിൽ നിന്ന് ചുറ്റുപാടും കാണുമ്പോൾ ഈ കുഞ്ഞിന് മാത്രമേ ചുറ്റുപാടും കാണാതെ ഇരിക്കാൻ കഴിയുന്നുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ അവനെ ഏണി കൊണ്ട് മുകളിൽ കയറ്റി, കുഞ്ഞിനും കൂടെ ചുറ്റുപാടും കാണാൻ. ഇങ്ങനെ പല കാര്യങ്ങളും. അമ്മ രാവിലെ വരുമ്പോൾ തൻ്റെ പാത്രത്തിൽ നിന്ന് ചോറെല്ലാം എടുത്ത് കിളിക്കൂട്ടിൽ ഇട്ട് കൊടുക്കും. അപ്പോഴും അമ്മ ഓർത്തു, മുട്ടയിട്ടിരിക്കുന്ന കിളിയാണ്, വെളിയിൽ പോകാൻ പറ്റാത്തതുകൊണ്ട് കുഞ്ഞു കൊണ്ടുപോകുന്ന ബ്രെഡിൻ്റെ പീസുകളൊക്കെ കിളിക്കൂട്ടിൽ എറിഞ്ഞു കൊടുക്കുക. അമ്മയ്ക്ക് പ്രത്യേകിച്ച് ഉത്തരവൊന്നും പറയാനുണ്ടായില്ല. 3ാമത്തെ സ്കൂളിൽ നിന്നും TC വാങ്ങി തിരിച്ചു പോരുന്ന വഴി ടോട്ടോച്ചൻ ചോദിച്ചു, അമ്മ എന്നെ ഈ സ്കൂളിലും ഇനി പഠിപ്പിക്കത്തില്ലേ? ഇതെന്താ ഇങ്ങനെ? നമ്മളാണെങ്കിൽ സാധാരണ ഒരു ശരാശരി മാതാവ് എപ്പോഴും പറയും, 1ാം ക്ലാസ്സിലാവുന്നതിന് മുമ്പ് ഇത്രയും കുരുത്തം കെട്ട ഒരു കുഞ്ഞ് എനിക്ക് ഉണ്ടായിപ്പോയല്ലോ. ചിലപ്പോൾ വഴി നീളെ അടിയും ശകാരവും കിട്ടിയെന്നിരിക്കും. പക്ഷേ ടോട്ടോച്ചാൻ്റെ അമ്മ ഒരിക്കലും അങ്ങനെ പറഞ്ഞില്ല. അവർ പറഞ്ഞത്, മോളെ നിനക്ക് ഒരുപാട് നല്ല ക്വാളിറ്റീസ് ഉണ്ട്, ആ ക്വാളിറ്റീസ് ഡെവലപ്പ് ചെയ്യാൻ ഇതിനേക്കാൾ നല്ലൊരു സ്കൂളിൽ നിന്നെ ചേർക്കാൻ പോവുകയാണ്. അങ്ങനെ അമ്മയുടെ അഭിനന്ദനം ടോട്ടോച്ചാനെ വളർത്തി. കുടുംബത്തിലെ നെഗറ്റീവായിട്ടുള്ള അന്തരീക്ഷം ഹിറ്റ്ലറെ തളർത്തി. റോൾ ഓഫ് പേരൻസ് ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ വളരണം, വളർത്തണം. നമ്മുടെ അന്തരീക്ഷം എന്ന് പറഞ്ഞ കുടുംബ ജീവിതം മാത്രമല്ല, അതുപോലെ വിദ്യാലയ അന്തരീക്ഷവും കുട്ടിയുടെ സ്വഭാവ രൂപീകരണത്തിലും അതുപോലെ തന്നെ അവൻ്റെ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിലും വളരെയധികം സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. മാതാപിതാക്കൾ കുട്ടിയുടെ എൻവയോൺമെൻറ്റായി മാറുക. ബി ദ സോഴ്സ് ഓഫ് വാല്യൂസ്. മൂല്യബോധം കുട്ടികളിൽ കുടുംബത്തിൽ നിന്ന് തന്നെ ഉണ്ടാക്കി കൊടുക്കുക. മദർ തെരേസയുടെ കുടുംബജീവിതത്തിലെ ഒരു അനുഭവം ഞാൻ പറയുകയാണ്. ചീത്ത കൂട്ടുകെട്ടിൽ മദർ തെരേസ വീഴാറായപ്പോൾ അമ്മ ഒരു കുട്ടയ്ക്കകത്ത് കുറച്ച് ആപ്പിൾ എടുത്തിട്ട് അതിനകത്ത് ചീഞ്ഞ ഒരു ആപ്പിളൂടെ വെച്ചു. പിറ്റേ ദിവസം എല്ലാ ആപ്പിളും അഴുക്കായിപ്പോയി. എന്നിട്ട് മദർ തെരേസയുടെ അമ്മ ദ്രാണ ബെർണായി പറഞ്ഞതാണ്, മകളെ ഇതുപോലെയാണ് ചീത്ത കൂട്ടുകെട്ടുകൾ നമ്മളെ എളുപ്പം അഴുക്കാക്കും. അമ്മ മകൾക്ക് മൂല്യം കൊടുത്തിരുന്ന വിധമാണ് ഞാനീ പറഞ്ഞത്. ഏറ്റവും മൂല്യബോധമുള്ള കുട്ടിയായി മദർ തെരേസ വളർന്നു വന്നു. നാടിനും ലോകത്തിന് മുഴുവനും ആ അമ്മയെ കൊണ്ട് ഒരുപാട് പ്രയോജനമുണ്ടായി. നോ ദ നീഡ്സ് ഓഫ് ദ ചൈൽഡ്. കുട്ടിയുടെ ആവശ്യം നന്നായി മനസ്സിലാക്കുക. അവൻ്റെ താല്പര്യങ്ങൾ, അവൻ്റെ ചിന്തകൾ, അവൻ്റെ ആവശ്യങ്ങൾ, അവൻ്റെ സംരക്ഷണം, ഇതെല്ലാം മാതാപിതാക്കളുടെ ഉത്തരവാദിത്തമാണ്. അവരുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും താല്പര്യങ്ങളും മനസ്സിലാക്കി കുടുംബ ജീവിതം അതിനനുസരിച്ച്, അന്തരീക്ഷം അതിനനുസരിച്ച് ക്രമീകരിക്കാൻ മാതാപിതാക്കൾക്ക് ശ്രദ്ധിക്കാം. ബി എംപതൈസ്. കുട്ടിയുടെ ഭാഗത്ത് നിന്ന് ശ്രദ്ധിക്കുക. കുട്ടിയുടെ ഭാഗത്ത് നിന്ന് കുട്ടി ചിന്തിക്കുന്നത് പോലെ ചിന്തിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ കുട്ടിയുടെ ആവശ്യങ്ങളും കുട്ടിയുടെ ആഗ്രഹങ്ങളും മനസ്സിലാക്കാൻ നമുക്ക് കഴിയും. സാധാരണ ഒരു തമാശയ്ക്ക് പറയാറുണ്ട്, അച്ഛൻ്റെ 28ാം വയസ്സിലല്ലേ എന്നെ കണ്ടത്, ഞാൻ അച്ഛനെ ജനിച്ചപ്പോൾ തൊട്ടേ കാണുന്നതല്ലേ.
കുഞ്ഞിൻ്റെ കാഴ്ചപ്പാടിൽ സീനിയോറിറ്റി കൊടുക്കേണ്ടത് കുഞ്ഞിനാണ്. കാരണം കുഞ്ഞ് ജനിച്ചപ്പോൾ തൊട്ടേ അച്ഛനെ കാണുന്നുണ്ട്. എന്നാൽ അച്ഛൻ്റെ 30-ാം വയസ്സിലല്ലേ അച്ഛൻ എന്നെ കാണാൻ തുടങ്ങിയത്. കുഞ്ഞിൻ്റെ ആവശ്യങ്ങൾ മനസ്സിലാക്കുക. അടുത്ത ബി പോസിറ്റീവ്. ക്രിയാത്മകമായിട്ടുള്ള ചിന്തകൾ കുഞ്ഞിൽ വളർത്തിയേക്കണം, എടുക്കുക. തിങ്ക് പോസിറ്റീവ്ലി, ആക്ട് പോസിറ്റീവ്ലി ആൻഡ് ഹോപ്പ് പോസിറ്റീവ്ലി. തിങ്ക് ദ ബെസ്റ്റ്, ഹോപ്പ് ദ ബെസ്റ്റ് ആൻഡ് ആക്ട് ദ ബെസ്റ്റ്. ഏറ്റവും നല്ലത് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുന്നതിനായിട്ട് ദോഷൈക ദൃക്കുകൾ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. നല്ലത് കണ്ടെത്താൻ കുഞ്ഞുങ്ങളെ പരിശീലിപ്പിക്കുക. അതിന് മാതാപിതാക്കൾ ചെയ്യേണ്ടത് കുഞ്ഞിലുള്ള നല്ല കാര്യങ്ങൾ മാതാപിതാക്കൾ കണ്ടെത്തണം. കൊച്ചുകുട്ടികൾ ദിവസം ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ അമ്മയ്ക്ക് ഒരു സ്പൂൺ എടുത്തുകൊണ്ട് കൊടുക്കുന്നതായിരിക്കും, 2 കറിവേപ്പില പറിച്ചുകൊണ്ട് വരുന്നതായിരിക്കും. ചിലപ്പോൾ കൊച്ചു കുഞ്ഞ് കട്ടിലേക്ക് കിടന്ന് വെറ്റാക്കുമ്പോൾ മാറി നല്ലൊരു തുണി ഇട്ട് കൊടുക്കുന്നതായിരിക്കും. കുഞ്ഞുണരുമ്പോൾ അമ്മയോട് വന്ന് വിവരം പറയുന്നതായിരിക്കും. ഈ കൊച്ചു നല്ല കാര്യങ്ങൾ അമ്മമാർ ശ്രദ്ധിക്കുക, കുഞ്ഞിനെ അഭിനന്ദിക്കുക. മാതാപിതാക്കൾ കുഞ്ഞുങ്ങൾക്ക് നല്ലൊരു കൂട്ടുകാരനാകുക. ആവശ്യങ്ങളിലും അവൻ്റെ അത്യാവശ്യ സന്ദർഭങ്ങളിലൊക്കെ അവന് വേണ്ട ഉപദേശവും സംരക്ഷണവും കൊടുക്കാവുന്ന ഒരാളായി മാറുക. ഡെവലപ്പ് ഇമോഷണൽ കോഷ്യൻറ്റ്. വൈകാരിക പക്വത നേടുന്നതിൽ കുടുംബ അന്തരീക്ഷം വളരെയധികം മുൻകൈ എടുക്കേണ്ടതായിട്ടുണ്ട്. കുഞ്ഞുങ്ങളിൽ വൈകാരിക പക്വത, വികാരങ്ങളെ നിയന്ത്രിക്കാനുള്ള കഴിവ് കുടുംബജീവിതത്തിൽ നിന്ന് തന്നെ കുട്ടികൾക്ക് കിട്ടേണ്ടതാണ്. മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ്. മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞാൽ പാടാനും പഠിക്കാൻ മാത്രമുള്ള കഴിവല്ല. സാധാരണ മാതാപിതാക്കൾക്ക് 40-45 മാനിയ എന്ന് പറയും. എന്ന് പറഞ്ഞാൽ എല്ലാ വിഷയത്തിനും 40-നും 45-നും അല്ലെങ്കിൽ 45-നും 50-നും ഇടയ്ക്ക് വാങ്ങിക്കണം. അതാണ് നല്ല കുട്ടി. പക്ഷേ കുട്ടിയുടെ ബൗദ്ധിക വികസനത്തിന് പാടാനും ആടാനും നല്ല രീതിയിൽ സംസാരിക്കാനും ബോഡി നന്നായിട്ട് അത്ലറ്റിക്സ്, സ്പോർട്സ്, ഡാൻസ്, ആർട്സ്, പെയിൻറ്റിങ്, ഡ്രോയിങ് ഇങ്ങനെയുള്ള കലാപരമായ കഴിവുകളിലും നല്ല പ്രാവീണ്യം നേടാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുക. പ്രൊവൈഡ് ക്വാളിറ്റി എഡ്യൂക്കേഷൻ. ഒരു കുട്ടിക്ക് മാതാപിതാക്കൾക്ക് നൽകാവുന്ന ഏറ്റവും നല്ല ഗിഫ്റ്റ് നല്ല വിദ്യാഭ്യാസമാണ്. വിദ്യാഭ്യാസം മനുഷ്യനെ പരിപൂർണനാക്കുന്നു. അതുകൊണ്ട് നല്ല വിദ്യാഭ്യാസം മാതാപിതാക്കളുടെ മറ്റൊരു ദൗത്യമായി കരുതാം. ഗിവ് ദം ഡ്രീംസ്. നമ്മുടെ മുൻ പ്രസിഡന്റ് അബ്ദുൽ കലാമിൻ്റെ ഡ്രീംസ്. സ്വപ്നം കാണാൻ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുക. അവർ ഉയരങ്ങളിലേക്ക് നോക്കി സ്വപ്നം കാണട്ടെ. ഇതിനെല്ലാം ഒറ്റമൂലിയായിട്ട് നമുക്ക് പറയാവുന്ന ഒരു നല്ല സവിശേഷതയാണ് ഗിവ് അൺകണ്ടീഷണൽ ലവ്. ഈ പറഞ്ഞ ദൗത്യങ്ങളെല്ലാം പൊതിയേണ്ട റാപ്പറാണ്. ഉപാധികളില്ലാതെ പരസ്പരം സ്നേഹിക്കുക. അമ്മ അച്ഛനെ ഉപാധികളില്ലാതെ സ്നേഹിക്കണം, അച്ഛൻ അമ്മയെ ഉപാധികളില്ലാതെ സ്നേഹിക്കണം, മക്കൾ പരസ്പരം ഉപാധികളില്ലാതെ സ്നേഹിക്കണം. നന്നായി കറി വെച്ചാലും കറി വെച്ചില്ലേലും അച്ഛൻ അമ്മയെ സ്നേഹിക്കണം. ഭർത്താവ് സ്നേഹിച്ചാലും വഴക്ക് പറഞ്ഞാലും ഭാര്യ ഭർത്താവിനെ സ്നേഹിക്കണം. മക്കൾ നന്നായി പഠിച്ചില്ലേലും പഠിച്ചാലും സ്നേഹത്തിന് ഉപാധികൾ പാടില്ല, കണ്ടീഷൻ വയ്ക്കാൻ പാടില്ല. ഇന്നൊരു കാര്യമുണ്ടെങ്കിൽ നിനക്ക് സ്നേഹം തരും, ഇല്ലെങ്കിൽ അമ്മയ്ക്ക് ഇഷ്ടമില്ല. കുടുംബജീവിതത്തിൽ കണ്ടീഷൻസേ പാടില്ല. എങ്ങനെ ആയാലും എന്തൊക്കെ ചെയ്താലും എന്തൊക്കെ ചെയ്തില്ലെങ്കിലും പരസ്പരം സ്നേഹത്തിന് ഒരു കുറവും വരുത്താനായിട്ട് പാടില്ല. ഇന്ന് നമുക്ക് ചിന്തിക്കേണ്ടതായിട്ടുള്ള ഒരു വിഷയം ഞാനിവിടെ അവതരിപ്പിക്കുകയാണ്. ടുഡേയ്സ് തോട്ട്. There is more happiness in giving than in receiving. കൊടുക്കുന്നതിലൂടെ ഏറെ സന്തോഷിക്കാൻ പഠിക്കുക. കൊടുക്കുന്നതിന് കണക്ക് വയ്ക്കേണ്ട. ധാരാളം മറ്റുള്ളവർക്ക് പ്രത്യേകിച്ച് സ്നേഹം, ഭർത്താവിന് ഭാര്യയും ഭാര്യയ്ക്ക് ഭർത്താവും കുഞ്ഞുങ്ങൾക്കൊക്കെയായിട്ട് നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന ഒരു നല്ല ദാനമാണ് സ്നേഹം. ആ ദാനം യാതൊരു കണ്ടീഷനും ഇല്ലാതെ അളവുപോലും ഇല്ലാതെ നമുക്ക് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഇന്നു മുതൽ നമ്മൾ സ്നേഹം എല്ലാവർക്കും നൽകുന്ന നല്ലൊരു വക്താവായിട്ട് മാറട്ടെ, സ്നേഹത്തിൻ്റെ വക്താവ്. നമുക്ക് അഭ്യസനത്തിനായിട്ട് ടിപ്സ് ഫോർ പ്രാക്ടീസ്. കുഞ്ഞുങ്ങൾക്ക് നമുക്ക് കൊടുക്കാവുന്ന ഏറ്റവും നല്ല സാക്ഷ്യം എന്ന് പറയുന്നത് ലവ് ബിറ്റ്വീൻ പേരൻസ്. മാതാപിതാക്കൾ പരസ്പരം സ്നേഹിക്കുന്നത് കണ്ടു വളരണം കുഞ്ഞുങ്ങൾ. അതാണ് കുഞ്ഞിൻ്റെ ജീവിതത്തിലെ സമഗ്ര വികസനത്തിന് നമുക്ക് കൊടുക്കാവുന്ന ദ ബെസ്റ്റ് ഗിഫ്റ്റ്. അതുകൊണ്ട് ഇന്നു മുതൽ അടികൂടുന്ന മാതാപിതാക്കൾ, അതിനൊന്നും നമുക്ക് സമയമില്ല, ജീവിതത്തിൽ വളരെ കുറച്ച് സമയമേ ഉള്ളൂ, അതിന് അങ്ങോട്ടും ഇങ്ങോട്ടും ഫോൾട്ട് ഫൈൻഡിങ്, തെറ്റുകുറ്റങ്ങൾ കണ്ടുപിടിക്കുന്നതിനായിട്ട് കളയാതെ പരസ്പരം സ്നേഹിക്കാം. അങ്ങനെ അടുത്ത തലമുറയും സ്നേഹത്തിൽ അധിഷ്ഠിതമായ നല്ലൊരു തലമുറ ഉണ്ടാകട്ടെ. ലവ് ഈസ് അൺകണ്ടീഷണൽ. സ്നേഹം കൊടുക്കുമ്പോൾ ഉപാധികൾ വയ്ക്കാൻ പാടില്ല. അതുകൊണ്ട് കുട്ടികളും മാതാപിതാക്കളും ഒക്കെ ഉപാധികളില്ലാതെ സ്നേഹിക്കുക. സ്നേഹം പല രീതിയിൽ, പല ഷേപ്പിലും പല സൈസിലും പ്രത്യക്ഷപ്പെടാം. ചിലപ്പം ഒരു നോട്ടമാകാം, ചിലപ്പോൾ ഒരു പുഞ്ചിരിയാകാം, ചിലപ്പോൾ ഒരു ശ്രദ്ധയാകാം, ഒരു കരുതലാകാം.
ഒന്നിനും ഉപേക്ഷ വിചാരിക്കേണ്ട, ബി ലാവിഷ്. അതിലൊക്കെ നമ്മൾ വളരെയധികം ലാവിഷായിട്ട് നിൽക്കുക. അങ്ങനെ കുടുംബജീവിതത്തിൽ ഏറ്റവും നല്ല പൂക്കളായി ലോകത്തിന്, കുടുംബത്തിന് മാത്രമല്ല ലോകത്തിനും നല്ല സൗരഭ്യം പടർത്തുന്ന പൂക്കളായിട്ട് നമ്മൾ ഓരോരുത്തരും മാറണം. എങ്കിൽ മാത്രമേ കുടുംബവും നന്നാവുകയുള്ളൂ, അതോടൊപ്പം ഈ ലോകവും നന്നാവുള്ളൂ. തിരുക്കുടുംബത്തിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർത്തിയാകുകയാണ്. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒപ്പം നിങ്ങളുടെ സംശയങ്ങളും ഞങ്ങൾക്ക് എഴുതി അറിയിക്കുക. ഓരോ എപ്പിസോഡിലും നിങ്ങളുടെ കത്തുകൾക്കുള്ള മറുപടി ഞങ്ങൾ നൽകുന്നതായിരിക്കും. ഞങ്ങളുടെ വിലാസം: ദ പ്രൊഡ്യൂസർ, തിരുക്കുടുംബം, ഷാലോം TV, പെരുവണ്ണാമുഴി PO, കാലിക്കറ്റ്. ഞങ്ങളുടെ ഇമെയിൽ ID info@shalomtelevision.com. തിരുക്കുടുംബത്തിൻ്റെ അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. നന്ദി.